ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുക മൂക്ക് കടഞ്ഞു. എക്സ്ട്രീംലി സൂപ്പർ ഹിറ്റ്. ആൾക്കാർ കരയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, ഒരു മിക്സഡ് ഇമോഷൻസ് ഒക്കെ ഉള്ള ഇമോഷൻസ്. ഇതൊരു ടി വിയിലൊക്കെ വരേണ്ട ഒരു പടം. പഴയ സൂര്യയുടെ റൊമാൻസ് ഒക്കെ പ്രതീക്ഷിച്ചു വന്നാൽ റൊമാൻസ് ആ ഒരു കെമിസ്ട്രി വരുന്നില്ല. എന്ന് വെച്ചാൽ സൂര്യക്ക് സിംഗാവുന്ന ഒരു നായിക വേണ്ടേ, അതില്ല. പാൻ ഇന്ത്യൻ ബ്ലോക്ക് ബസ്റ്റർ ലക്കി ഭാസ്കറിന് ശേഷം വെങ്കി അഡ്ലൂരി സംവിധാനം ചെയ്യുന്ന സൂര്യയുടെ റൊമാൻറ്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥ് ആൻഡ് സൺസ് റിലീസിനെത്തിയിട്ടുണ്ട്. കൂടെ മലയാളത്തിന്റെ മമിത ബൈജു ഉണ്ട്. അപ്പോൾ എന്തായാലും വിശ്വനാഥ് ആൻഡ് സൺസ് കണ്ട യൂണിറ്റ്സോടെ എങ്ങനെ ഉണ്ടായിരുന്നു റിവ്യൂ ചോദിച്ചു നോക്കാം. അപ്പോൾ പടം കണ്ടാൽ നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ കമന്റ് ചെയ്തേക്കുക. അപ്പോൾ നേരെ വിശ്വനാഥ് ആൻഡ് സൺസ് ഫസ്റ്റ് ഹാഫ് റിവ്യൂലേക്ക്. സൂര്യയുടെ റൊമാൻറ്റിക് ഫാമിലി എന്റർടൈനർ Definitely there is no doubt here. It is unbelievable. It's extremely super hit. And this is one of the best film in Surya's history. Definitely there is no doubt. ഭയങ്കര ഇമോഷണൽ ഹുക്കാണ്. അതാണ് Definitely emotional. കാരണം അച്ഛൻ എന്താണെന്നും ഒരു ഫാമിലി എന്താണെന്നുള്ള ഒരു അച്ഛനെ കുറിച്ചൊരു സീൻ ഇതിനകത്ത് വരുന്നുണ്ട്. ഒരു 10 മിനിറ്റ് സത്യമായിട്ട് കണ്ണ് നിറഞ്ഞു പോയി. പേര് വർക്കായില്ലെന്ന് ഒരിക്കലും അല്ല. കാരണം അതും പക്ക മമിത അഴിഞ്ഞാടുകയാണ് അതിനകത്ത്. കാരണം എന്താ പറയുക, എന്റർടൈനർ, ചിരിക്കാനും ചിന്തിപ്പിക്കാനും പാൻ ഇന്ത്യൻ നായികയായി. ഡെഫിനറ്റ്ലി. കാരണം ഈ ഒരു സിനിമ, കാരണം സൂര്യയോടൊപ്പം ഇത്തരത്തിലൊരു ആക്ടേഴ്സ് ആയിട്ട് ഒരു കട്ടയ്ക്ക് പിടിച്ച് നിൽക്കുന്നുണ്ട്, ഒരു സംശയമൊന്നുമില്ല. കാരണം ഒരിക്കലും അല്ല, ഇത് പക്ക ഫാമിലി ഡ്രാമ എന്റർടൈനർ ആൻഡ് സെന്റിമെന്റൽ എവറിത്തിങ്. സഞ്ജയ് വിശ്വനാഥൻ ഓണം ഓൾറെഡി ഇത് തൂക്കി കഴിഞ്ഞു. സഞ്ജയ് കയ്യിലെ സംശയമൊന്നുമില്ല. കാരണം ഇനി അങ്ങോട്ടേക്ക് കത്തിക്കാൻ പോവുകയാണ് തിയേറ്റർ. റൊമാൻസ് ഒക്കെ ഒരു കെമിസ്ട്രി തോന്നുന്നുണ്ടേ, കെമിസ്ട്രി ഒന്നും തോന്നൂല. അത് മമിത ബൈജു വെറുപ്പിക്കൽ. പിന്നെ ഒരു സൂര്യ ടി വിയിൽ സ്വയംവര പന്തൽ പോലെ ഒരു സീരിയൽ സെറ്റപ്പാണ്. ഞാൻ തീരെ വെറുപ്പിച്ച് പറയുന്നില്ല. ഇപ്പോൾ വാരിസൊക്കെ കൂതറ പടമാണെങ്കിലും ടൈം പാസ് ആയിരുന്നു. ഭയങ്കര ലാഗ്. വാരിസിന്റെ ഒരു മൂഡാണ് പിടിച്ചേക്കുന്നത്. വാരിസിന്റെ മൂഡല്ല, അത് ഇത്തിരി ആക്ഷൻ മൂഡാണല്ലോ. ഇത് പക്ക ഒരു റൊമാൻറ്റിക് ഡ്രാമ പോലെ പോവാണ്. മമിതയായിട്ടൊരു പേര് വർക്കാവുന്നില്ല. ആ മമിതയായിട്ട് പേര് ഒരു കെമിസ്ട്രി ഇല്ല. കാസ്റ്റിംഗ് ആണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ വീക്ക് പോയിന്റ്. കാസ്റ്റിംഗ് വളരെ വളരെ വീക്കാണ്. സൂര്യ ടോപ്പാണ്. അത് സൂര്യയെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. സൂര്യയുടെ പെർഫോമൻസ് എല്ലാ പടത്തിലും കിടിലമായിരിക്കും. പക്ഷേ ഈ പടം ഒരു OTT ഒക്കെ വരേണ്ട പടമാണ്. സൂര്യ വർഷത്തിൽ 2 പടം ചെയ്യുന്ന ഒരു സൂര്യയ്ക്ക് പറ്റിയ, സൂര്യയുടെ പ്രേക്ഷകരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഇങ്ങനത്തെ പടമല്ല. ഒന്നുകിൽ കറുപ്പോ സിംഗം പോലത്തെ മാസമായിരിക്കണം, അല്ലെങ്കിൽ വാരണമായിരം സുറേ പോട്ടർ പോലത്തെ ഒരു ക്ലാസ് ആയിരിക്കണം. ഇതൊരു ടി വിയിലൊക്കെ വരേണ്ട ഒരു പടം. പഴയ സൂര്യയുടെ റൊമാൻസ് ഒക്കെ പ്രതീക്ഷിച്ചു വന്നാൽ റൊമാൻസ് ആ ഒരു കെമിസ്ട്രി വരുന്നില്ല. എന്ന് വെച്ചാൽ സൂര്യക്ക് സിംഗാവുന്ന ഒരു നായിക വേണ്ടേ, അതില്ല. ഫാമിലി എന്റർടൈനർ സൂര്യണ്ണന്റെ വക പടം അടിപൊളി, കിടിലം പടം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് നല്ല രസമാണ് കാണാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രായത്തിൽ അങ്ങേരുടെ ഒരു ഓറ ഉണ്ടല്ലോ, ഒരു നല്ല ക്യൂട്ട്നെസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഭയങ്കര നല്ല ഫിസിക്കും ഭയങ്കര സൂര്യ സ്ക്രീനിൽ കാണാൻ. മമിതയുടെ ക്യൂട്ട്നെസിന്റെ കൂടെ പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മമിതയ്ക്ക് ആ റോളാണ്. അപ്പം അങ്ങനെ ആ റോള് പുള്ളിക്കാരി എന്താണ് പറഞ്ഞിട്ടുള്ളത് അത് കറക്റ്റായിട്ട് തന്നെ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് വെറുപ്പിരൊന്നും തോന്നിയിട്ടൊന്നുമില്ല, നല്ല രസമുണ്ട്. പിന്നെ ഇപ്പം പലരും വാരിസ് വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്. വാരിസായിട്ടൊന്നും കമ്പയർ ചെയ്യില്ല. വാരിസ് എന്ന് പറഞ്ഞ പടം അൺസൈക്കിൾ പടമാണ്, നമുക്ക് കാണാൻ പറ്റില്ല. അതാണ് ഞാൻ ഒരു അലോ വൈകുണ്ഠപുരം മൂഡ് സാധനമാണ്. ഭയങ്കര എന്താ പറയാ, ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു നല്ലൊരു അടിപൊളി. DC-യുടെ കൂടെ പിടിച്ചിരിക്കുന്ന DC കംപ്ലീറ്റ്ലി ഒരു വേറെ പടമാണ്. ഒരു വയലൻസ്, ഒരു ആർട്ട് പോലത്തെ ഒരു പടമാണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് പക്ക ഫാമിലി എന്റർടൈനറാണ്. ഒരു ഫാമിലിക്ക് വന്നിട്ട്, കാരണം എൻ്റെ കൂടെ അപ്പുറത്തിരിക്കുന്ന ആൾക്കാർ കരയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, ഒരു മിക്സഡ് ഇമോഷൻസ് ഒക്കെ ഉള്ള ഇമോഷണലി കണക്ട് ആവുന്നുണ്ട്. പടം ഇമോഷണലി നന്നായിട്ട് കണക്ട് ആവുന്നുണ്ട്. ഫീൽ ഗുഡ് ഫാമിലി. സൂര്യ കൊണ്ടുവന്ന് പറഞ്ഞാൽ നിവിൻ പോളിക്ക് ഭീഷണിയാണ്. കാരണം തമിഴ്നാട്ടിൽ നല്ല ലോഡ്. കാരണം മറ്റേ സാധനം ഉണ്ടല്ലോ, വിജയ്ക്ക് ശേഷം ഗ്യാപ്പാര് തീർക്കും എന്നുള്ള സൂര്യയാണ്. നല്ല ഒരു എമോഷണൽ പരിപാടിയാണ് മൊത്തം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുക, മൂക്ക് കടഞ്ഞു. ഒരു എമോഷണൽ പരിപാടിയാണ്. ഇപ്പം ഒരു ഭീകരമായ മറ്റേ തിയേറ്റർ വാച്ച് ആ പരിപാടിയൊന്നുമില്ല. പക്ഷെ ഒരു ഇമ്പാക്ട് ഒന്നും ഇല്ലാത്തതാണ് ഇപ്പൊ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഒരു സുഖം തോന്നാത്ത രീതിയിൽ. ഇനി അങ്ങോട്ട് ചിലപ്പോൾ എന്താണെന്ന് അറിയൂടാ. പക്ഷെ എമോഷണലി ഭയങ്കരമായിട്ട് കണക്ട് ആയി പോകുന്ന ഇവരുടെ പേരൊക്കെ റൊമാൻസ് അല്ലല്ലേ പ്രതീക്ഷ വരണ്ട. അതൊക്കെ നല്ല രസമാണ്. അവർ തമ്മിലുള്ള കോംബോ, പിന്നെ നമ്മുടെ രാധികയായിട്ടുള്ള കോംബോ, അതെല്ലാം പരിപാടിയെല്ലാം ഇമോഷണൽ ഡ്രാമയാണ്. ഡ്രാമയാണ്. പക്ഷെ അങ്ങനെ മറ്റേ ഒരു ഡ്രാമാറ്റിക് ആയിട്ട് പിടിച്ചു പോയി. നമ്മൾ എമോഷണലി ഹുക്ക് ചെയ്ത് തന്നെയാണ് കൊണ്ടുവന്നത്. പക്ഷെ ഇപ്പൊ നിൽക്കുന്ന ഒരു സ്റ്റേജ് എനിക്കും ഒരു ഇതില്ല. ഇനി അങ്ങോട്ട് എന്താണെന്ന് അറിയില്ല. ചേട്ടൻ എങ്ങനെയുണ്ട്? Feel very, very, very good. Such a smart, wonderful film. Super film. മിസ് ചെയ്ത പഴയ സൂര്യ തിരിച്ചു വന്നെന്ന് മാത്രമല്ല, നമ്മളെ
സ്വന്തം മമിത ബൈജുവിൻ്റെ അഭിനയം പൊളിയെന്ന് പറഞ്ഞാൽ മോനെ തിയേറ്ററിൽ ഇരുന്ന ഒരു പ്രകമ്പനമായിരുന്നു. സൂര്യയുടെ കട്ടയ്ക്ക് കട്ടകല്ല അങ്ങോട്ട് പൊളിക്കുകയാണ് ആളങ്ങോട്ട്. സൂപ്പറായിട്ടുണ്ട്. റൊമാൻസ് ആണോ അതോ ഒരു റൊമാൻസ് അല്ല, ഒരു പുതിയ വെറൈറ്റിയാണ്. വെറൈറ്റി എന്ന് വെച്ചാൽ ആരും ഇന്നുവരെ എടുക്കാത്ത രീതിയിലുള്ള ഒരു കഥയും തിരക്കഥയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം ടോപ്പായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആരും പ്രതീക്ഷിക്കാത്തൊരു കഥയാണ്, ഇന്നുവരെ ആരും എടുത്തിട്ടില്ല. അപ്പോൾ അത്രയും വെറൈറ്റി ആയിട്ടാണ് സൂര്യനെ തിരിച്ചു വന്നേക്കുന്നത്. ഇന്റർവെൽ വരെ ഫീൽ ഗുഡ് എന്റർടൈനർ ഇപ്പോഴും വരെ നല്ല പവർഫുൾ ഒരടിയും ഒരു പാട്ടും ആയിട്ട് നിർത്തിയിരിക്കുകയാണ്. വിജയണ്ണനും നമ്മളെ മമതാ വിജയൻ സൂപ്പറായിട്ടുണ്ട്. ഇമോഷണൽ ആവാനൊക്കെ ഉണ്ട്. ഇമോഷണൽ ആണെന്ന് നല്ലൊരു ഫീലിംഗ് ഉണ്ട്. കാരണം ഒരു വല്ലാത്തൊരു ഫീലിംഗ് നമുക്ക് വന്ന അച്ഛൻ എങ്ങനെയാണ് ഒരു മക്കളെ വളർത്തുന്നത്, അപ്പം മാറി നിൽക്കുന്നത്, അത് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ആസ് എ ഡ്രൈവർ എന്ന രീതിയിൽ ആ ഒരു രീതിയിൽ പറയുന്നത് അച്ഛൻ എങ്ങനെയാണ് കഷ്ടപ്പെടുന്നത് എന്നുള്ള സൂപ്പറായിട്ടുണ്ട്. ഓക്കെ.